ശിവാനി. രചന, അവതരണം ഋതു. ഭക്ഷണം കഴിച്ച് കിടന്നിട്ടൊന്നും ശിവാനിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. ഉണ്ണിയേട്ടൻ ഇതുവരെ വന്നില്ല. അവൾ ഫോണിൽ സമയം നോക്കി. 10:40. ശോ, ഇതെവിടെ പോയി കിടക്കുക? ഇത്രയൊന്നും സാധാരണ വൈകാറില്ലല്ലോ. അവൾ കട്ടിലിൽ കിടന്നുരുണ്ടു. ശിവ, നിനക്കിതെന്തു പറ്റി? ഇങ്ങനെയൊന്നും അല്ലല്ലോ. അവൾക്ക് തൻ്റെ അവസ്ഥയോർത്ത് അമ്പരപ്പ് തോന്നി. പെട്ടെന്നാണ് പുറത്ത് കാറിൻ്റെ ശബ്ദം കേട്ടത്. ഒന്ന് പിടച്ചുപോയ ശിവ സന്തോഷവും വെപ്രാളവും നിറഞ്ഞ മനസ്സോടെ മുറി തുറന്ന് ഹാളിലേക്കോടി. ഷോക്കേറ്റതുപോലെ തറഞ്ഞു നിന്നു. ടീച്ചറും ജാനകിയും അവളെ നോക്കി ഒരാക്കിയ ചിരിയോടെ സോഫയിലിരിക്കുന്നു. അവൾ ഒന്ന് പരുങ്ങി. ഇവർ ഇതുവരെ ഉറങ്ങിയില്ലേ? എന്താ കോഴി മുട്ടയിടാൻ കളിക്കുന്ന പോലെ? ചെന്ന് വാതിൽ തുറക്ക്. അത് കേട്ടതും ശിവാനി ആകെ ചമ്മിയ ചിരിയോടെ വാതിൽ തുറന്നു. ഉണ്ണിയേട്ടനെ കണ്ട് മനസ്സിൽ നിറഞ്ഞു തുളുമ്പിയ വികാരം പണിപ്പെട്ട് അടക്കി. പിറകിൽ ആരുടെയോ നിഴലനക്കം കണ്ട് സൂക്ഷിച്ചു നോക്കി. അകത്തേക്ക് കയറട്ടടി പെണ്ണേ. ഉണ്ണി അവളുടെ കവിളിൽ നുള്ളി. മുന്നിൽ നിന്ന് മാറിക്കൊടുത്തുകൊണ്ട് അവൻ്റെ പിറകിലായി നോക്കി. പ്രിയയുടെ അമ്മ. ഇവരെന്താ ഈ സമയത്ത് ഇവിടെ? കരഞ്ഞു കലങ്ങിയ കണ്ണുകളും വീർത്ത് വന്ന കവിൾത്തടവും കണ്ട് എന്തോ പ്രശ്നമുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. നന്ദന കുനിഞ്ഞ തലയോടെ അകത്തേക്ക് കയറി. ടീച്ചർ എഴുന്നേറ്റ് വന്ന് അവരെ കെട്ടിപ്പിടിച്ചു. കരഞ്ഞു തുടങ്ങിയിരുന്നു അപ്പോഴേക്കും നന്ദന. മമ്മി, വരുമ്പോൾ ഞാൻ പറഞ്ഞത് മറന്നു. ഈ വീടിൻ്റെ പടി ചവിട്ടി അകത്ത് കയറിയ പിന്നെ ഈ കണ്ണ് നിറയരുത്. ഇത്രയും നേരം കരഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നില്ലേ? ഇനി മതി. നന്ദന വേദനയോടെ അവനെ നോക്കി. മമ്മിക്കിവിടെ നിൽക്കാം, എങ്ങോട്ടും പോണ്ട. സ്നേഹിക്കാൻ ഒരു മോള് തന്നെ വേണമെന്ന് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ ഒരാളെ തരാം. ഉണ്ണി അവർക്ക് പിറകിലായി ചുമരോട് ചേർന്ന് ഒന്നും മനസ്സിലാകാതെ നിന്ന ശിവാനിയുടെ കൈ പിടിച്ച് മുന്നോട്ട് വലിച്ചു. ദേ, ഇവളെ മോളായിട്ടങ്ങ് എടുത്തോ. കരച്ചിലിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ശരിക്കും അമ്മയും മോളും തന്നെ. ശിവാനി അവനെ നോക്കി ദഹിപ്പിച്ചു. എന്താടി ഉണ്ടകണ്ണി? അവൻ അവളുടെ തലയ്ക്ക് കിഴുക്കി. നന്ദന ശിവാനിയുടെ കയ്യിൽ പിടിച്ചു. എന്തേലും കഴിച്ചോടാ? നന്ദനയെ സോഫയിൽ ചേർത്തിരുത്തിക്കൊണ്ട് ടീച്ചർ ചോദിച്ചു. എവിടുന്ന്? മെഗാ സീരിയൽ പോലെ കരച്ചിലായിരുന്നില്ലേ? പച്ചവെള്ളം കുടിച്ചിട്ടില്ല. ഉണ്ണി നന്ദനയെ നോക്കി ചിരിച്ചു. എന്നാൽ വാ, കഴിക്കാം. ടീച്ചർ നന്ദനയുടെ കൈ പിടിച്ച് മുന്നോട്ട് നടക്കാൻ തുനിഞ്ഞതും അവർ തടഞ്ഞു. എനിക്കൊന്നും വേണ്ട ടീച്ചറെ. ഒന്നും അങ്ങ് ഇറങ്ങില്ല. കണ്ടതും അറിഞ്ഞതും ഒന്നും അത്ര സുഖമുള്ള കാര്യമല്ലല്ലോ. ഞാൻ ഒന്നും അല്ലാതായി പോയില്ലേ? അവരുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. ഉണ്ണി പറഞ്ഞ അതേ കാര്യം എനിക്കും പറയാനുള്ളൂ. ഒരു വിലയും തരാത്തവരെക്കുറിച്ച് ഓർത്ത് ഇനിയും വേദനിച്ചിട്ട് എന്താ കാര്യം? അതുകൊണ്ട് ഇപ്പം എന്തേലും കഴിക്ക്. എന്നിട്ട് നന്നായി ഒന്നുറങ്ങ്. എല്ലാം ശരിയാകും. എനിക്ക് കഴിക്കാനൊന്നും വേണ്ട. ഒന്ന് കിടന്നാൽ മതി. നല്ല തലവേദന. നന്ദന ചെന്നിയിൽ വിരൽ ചേർത്ത് അമർത്തി. കാപ്പി എടുക്കട്ടെ? തലവേദനയ്ക്ക് ടീച്ചറമ്മയുടെ സ്പെഷ്യൽ കാപ്പിയുണ്ട്. ഇപ്പം തരാവേ. അതും പറഞ്ഞ് ശിവാനി അടുക്കളയിലേക്ക് ഒരോട്ടായിരുന്നു. അത് കണ്ട ഉണ്ണിയുടെ ചുണ്ടിൽ ചിരി നിറഞ്ഞു. 2 മിനിറ്റ് കൊണ്ട് ശിവാനി ചൂട് പറക്കുന്ന കാപ്പിയുമായി വന്നു. നന്ദന അത് ഊതി ഊതി കുടിച്ചു. അവർ കാപ്പി കുടിക്കുന്നത് അവൾ ആകാംക്ഷയോടെ നോക്കി. ആ നോട്ടം കണ്ട് നന്ദന സ്നേഹത്തോട് ചിരിച്ചു. അവൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. അപ്പോഴേക്കും ഉണ്ണി കുളി കഴിഞ്ഞ് താഴേക്ക് വന്നിരുന്നു. നന്ദന ശിവാനിയുടെ കൂടെ കിടക്കില്ലേ? വലിയ വീടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇവിടെ ആകെ 3 മുറികളേ ഉള്ളൂ. അതിനെന്താ? അമ്മ എൻ്റെ കൂടെ കിടന്നോട്ടെ, അല്ലേ അമ്മേ? ശിവാനി കണ്ണുകൾ വിടർത്തി ഉത്തരത്തിനായി അവരുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി. അതെ എന്ന രീതിയിൽ നന്ദന തലയാട്ടി. നിനക്ക് വേണമെങ്കിൽ എൻ്റെ കൂടെ മുകളിൽ കിടക്കാട്ടോ. ഉണ്ണി തലയിലെ നനവ് കുടഞ്ഞ് തെറിപ്പിക്കുന്നതിനിടയിൽ ശിവാനിയുടെ കാതോരത്തായി ആരും കേൾക്കാതെ പറഞ്ഞു. അവനിൽ നിന്ന് തെറിച്ച വെള്ളത്തുള്ളികൾ അവളുടെ ശരീരത്തെ കുളിരണിയിച്ചു. കുഞ്ഞു രോമങ്ങൾ ഓരോന്നും ഉണർന്നു നിൽക്കുന്നത് പരിഭ്രമത്തോടെ അവൾ അറിഞ്ഞു. കഴുത്തും കൈയും പെട്ടെന്ന് തുടച്ചെടുത്തു. ഉണ്ണി അതൊക്കെ നല്ല വെടുപ്പായി തന്നെ കണ്ടു.
മമ്മിയുടെ ഡ്രസ്സും പുസ്തകവും ഒക്കെ വീട്ടിലല്ലേ? അതൊക്കെ നാളെ എടുപ്പിക്കാം. മോനെ, ഞാൻ വേറെ എവിടെയെങ്കിലും? വേണ്ട, ഇവിടെ നിന്നാൽ മതി. അതിനെക്കുറിച്ച് ഇനി ഒരു ചർച്ചയില്ല. ശിവ, മമ്മിയെ കൂട്ടിപ്പോ. അവൾ തലകുലുക്കി നന്ദനയുടെ കൈ പിടിച്ചു. നന്ദന അവളുടെ തിളങ്ങുന്ന കണ്ണുകളിലേക്ക് നോക്കി. പതിയെ എഴുന്നേറ്റ് എല്ലാവരെയും ഒന്നുകൂടെ നോക്കിക്കൊണ്ട് മുറിയിലേക്ക് പോയി. അവർ പോയതും ടീച്ചർ ഒരു കസേര വലിച്ച് ഫുഡ് കഴിക്കുന്ന ഉണ്ണിയുടെ അടുത്തിരുന്നു. മോനെ, സൂക്ഷിക്കണം. അടിയേറ്റ് പാമ്പ് പോലെയാ ആ പ്രിയയും രഘുരാമനും. ഏതു നിമിഷം വേണേലും തിരിഞ്ഞു കൊത്താം. നന്ദനയുടെ വീട് സ്ഥലമൊക്കെ പ്രിയയുടെ പേരിലാണല്ലേ? അവൾ ഇങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് മമ്മി സ്വപ്നത്തിൽ പോലും കരുതി കാണില്ല. ഞാൻ ഇതൊക്കെ വേണ്ടെന്ന് വെച്ചതാണെന്നേ. പക്ഷേ എൻ്റെ പെണ്ണിനെ അവർ കുറേ കരയിച്ചു. അപ്പോൾ ഞാൻ തിരിച്ചെന്തെങ്കിലും കൊടുക്കണ്ടേ? ഉണ്ണി ടീച്ചറെ നോക്കി കണ്ണിറുക്കി കാണിച്ചു. അത് ശരിയാ. പിന്നെ ചെറുപ്പത്തിലെ ശീലം നീ വീണ്ടും തുടങ്ങിയത് ഞാൻ അറിഞ്ഞു. ടീച്ചർ അവനെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു. എന്ത് ശീലം? അവൻ മനസ്സിലാകാതെ ചോദിച്ചു. അത് നീ അവളോട് തന്നെ ചോദിക്ക്. മറന്നു. നീ പോയ ശേഷം ശിവാനി ഉറക്കത്തിൽ എന്തോ സ്വപ്നം കണ്ട് എന്തൊരു കരച്ചിലായിരുന്നെന്നറിയോ? ഞങ്ങൾ ശരിക്കും പേടിച്ചു പോയി. പറ്റിയ നീ ഒന്ന് അന്വേഷിച്ചു നോക്ക്. ഞാനൊന്ന് കിടക്കട്ടെ. ആ കാലിൻ്റെ വേദന വീണ്ടും വന്നു എന്ന് തോന്നുന്നു. ടീച്ചർ പ്രയാസപ്പെട്ട് എഴുന്നേറ്റ് മുറിയിലേക്ക് പോയി. ഭക്ഷണം കഴിച്ച് പാത്രം കഴുകി വെക്കുമ്പോഴേക്കും ഉണ്ണി അമ്മ പറഞ്ഞ ശീലത്തെക്കുറിച്ച് ഓർക്കുകയായിരുന്നു. കുളി കഴിഞ്ഞ് വന്ന നന്ദനയെ കാത്ത് ശിവാനി ഉറങ്ങാതെ കട്ടിലിരുന്നു. കുട്ടി ഉറങ്ങിക്കോളൂ. മുഖം തോർത്തിൽ അമർത്തി തുടച്ചുകൊണ്ട് അവൾ പറഞ്ഞു. അമ്മ കൂടി വരൂ, നമുക്ക് ഒരുമിച്ചുറങ്ങാം. നന്ദന അവളുടെ അമ്മ എന്ന വിളിയിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. എത്ര ഓമനിച്ച് വളർത്തിയതാണ് പ്രിയയെ. വിവാഹം കഴിഞ്ഞതിന് ശേഷം ഉണ്ടായ ഒരു അപകടത്തിൽ തൻ്റെ ഗർഭപാത്രം എടുത്തു മാറ്റിയപ്പോൾ ഒരിക്കലും അമ്മയാകാൻ കഴിയാത്തതോർത്ത് ഓരോ രാവും നീറി പുകഞ്ഞത് ഓർക്കാൻ കൂടി വയ്യ. ഒരു കുഞ്ഞിനെ ദത്തെടുക്കാൻ പറഞ്ഞപ്പോൾ റാമായിരുന്നു ശക്തമായി എതിർത്തത്. വരുന്ന കുട്ടിക്ക് സ്വത്ത് എഴുതി വെക്കേണ്ടി വരും എന്ന് പറഞ്ഞ് ഓരോ തവണയും തൻ്റെ ആവശ്യങ്ങളെ തള്ളിക്കളഞ്ഞു. ആ സമയത്തെ മാനസിക സമ്മർദ്ദം താങ്ങാൻ കഴിയാതെയാ ഒരു കുപ്പി വിഷം എടുത്ത് കുടിച്ചത്. എന്നിട്ടും മരിച്ചില്ല. 5 വർഷമായിട്ട് തിരിഞ്ഞു നോക്കാത്ത അച്ഛനും അമ്മയും ആശുപത്രിയിൽ തന്നെ മുന്നിൽ വന്ന് കരഞ്ഞു നിന്നപ്പോൾ ഒരുപാട് വേദന തോന്നി. എല്ലാവരെയും ധിക്കരിച്ച് റാമിൻ്റെ കൂടെ ഇറങ്ങിപ്പോയതാണ്. അതിനുശേഷം ആദ്യമായാണ് അവരെയൊക്കെ കാണുന്നത്. ഒറ്റ മോളായതുകൊണ്ട് തൻ്റെ ആഗ്രഹം അച്ഛൻ സാധിപ്പിച്ചു തന്നു. കണക്കറ്റ സ്വത്ത് കയ്യിൽ വരുമെന്നോർത്ത് റാമും സമ്മതിച്ചു. പ്രിയയെ ഏറ്റെടുക്കുമ്പോൾ അവൾക്ക് 7 വയസ്സാണ്. ഒരമ്മയുടെ എല്ലാ സ്നേഹവും കൊടുത്തു വളർത്തി. എന്നിട്ടും ആദ്യമൊന്നും റാമിന് അവളെ ഇഷ്ടമല്ലായിരുന്നു. എന്നാൽ വളർന്നുകൊണ്ടിരിക്കെ റാം അവളോടെടുത്തു. പ്രിയ തിരിച്ചു. അന്നൊക്കെ ഏറെ സന്തോഷം തോന്നിയിരുന്നു. അപ്പോഴൊന്നും അവരുടെ മനസ്സിൽ ഇങ്ങനൊരു ചിന്ത ഉണ്ടാകുമെന്ന് സ്വപ്നത്തിൽ പോലും ഓർത്തില്ലല്ലോ ദൈവമേ. പഴയ കാര്യങ്ങൾ ഓർത്ത് മിഴി നിറഞ്ഞ് തളർച്ചയോടെ നന്ദന ചുമരിലേക്ക് ചാരി. എന്തു പറ്റി അമ്മേ? എന്താ കരഞ്ഞ്? വയ്യേ? ശിവാനി ചാടിപ്പിടഞ്ഞ് നന്ദനയെ താങ്ങി നിർത്തി. അവൾക്കും വല്ലാതെ വിഷമം തോന്നി. എനിക്കരഞ്ഞാൽ എനിക്ക് സങ്കടം വരും, ഞാനും കരയും. അത് പറയുമ്പോഴേക്കും അവളുടെ വാക്കുകൾ ഇടറിപ്പോയിരുന്നു. മുന്നിൽ നിൽക്കുന്ന പെൺകുട്ടിയെ ആശ്ചര്യത്തോടെയും സ്നേഹത്തോടെയും നന്ദന നോക്കി. പലതവണ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും അന്നൊന്നും തനിക്ക് ഈ മോളെ ശ്രദ്ധിക്കാൻ കൂടി കഴിഞ്ഞില്ലല്ലോ. ഒന്നുമില്ല മോളെ, ഞാൻ എന്തോ ഓർത്തതാ. വാ കിടക്കാം. അവർ ഒരുമിച്ച് കിടന്നു. ശിവാനി നന്ദനയെ നോക്കി. ഞാനൊരു കാര്യം പറഞ്ഞാൽ അമ്മയ്ക്ക് ഇഷ്ടക്കേട് തോന്നുമോ? അവൾക്ക് വല്ലാത്ത പരവേശം. എന്താ മോളെ? നെറ്റിക്ക് കുറുകെ വെച്ച കൈ മാറ്റിക്കൊണ്ട് നന്ദന മുഖം ചിരിച്ചു. ഞാൻ അമ്മയെ ഒന്ന് കെട്ടിപ്പിടിച്ച് കിടന്നോട്ടെ. കൊതിയായിട്ടാ. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെയുള്ള അവരുടെ വാക്കുകൾ കേട്ടപ്പോൾ നന്ദനയുടെ നെഞ്ചു വിങ്ങി. ഇടത് കൈ അവളിലേക്ക് നീട്ടിക്കൊണ്ട് തലയാട്ടി. ശിവാനി പെട്ടെന്ന് തന്നെ നിരങ്ങിക്കൊണ്ട് ആ മാറിൽ ചുരുണ്ടു കിടന്നു. കുറേ വർഷങ്ങൾക്കപ്പുറം ഒരു അമ്മയുടെ മാറിലെ ചൂടറിഞ്ഞുകൊണ്ട് ശിവാനിയുടെ മിഴിയും ഉള്ളവും നിറഞ്ഞു. അതുപോലെ തന്നെയായിരുന്നു നന്ദനയ്ക്കും. ഇത്രയും വേദനകൾക്കിടയിലും ശിവാനിയുടെ ചൂടിൽ നന്ദന
കണ്ണുകൾ അടച്ചു. ഹാളിലെ ടിവിയും ലൈറ്റും ഓഫ് ചെയ്ത് ഉണ്ണി ശിവാനിയുടെ മുറിയിലേക്കൊന്ന് നോക്കി. അവളെ ഒന്ന് കാണണമെന്നുണ്ട്. പെണ്ണിന് ഇച്ചിരി കുറുമ്പ് കൂടുന്നുണ്ടോ എന്ന് സംശയം. അവന് ചിരി വന്നു. പതിയെ വാതിൽപ്പാളി തള്ളി നോക്കി. ശിവാനിയെ ചേർത്ത് പിടിച്ച് കിടക്കുന്ന നന്ദനയെ കണ്ടപ്പോൾ അവൻ്റെ മനസ്സ് നിറഞ്ഞു. ശബ്ദമുണ്ടാക്കാതെ അകത്ത് കടന്നു. ശിവാനിയുടെ തലയിൽ ഒന്ന് തടവുകയും പതിയെ, വളരെ പതിയെ ചുംബിക്കുകയും ചെയ്തു. അവൻ പിന്തിരിഞ്ഞു നടന്നപ്പോൾ കണ്ണടച്ച് കിടക്കുന്ന നന്ദനയുടെ ചുടികളിൽ പുഞ്ചിരി മിന്നി മാഞ്ഞു. പതിവിലും വൈകിയാണ് പിറ്റേന്ന് ശിവാനി എഴുന്നേറ്റത്. അവൾ കണ്ണു തിരുമ്മി നോക്കിയപ്പോൾ നന്ദനയെ കാണാനില്ല. പെട്ടെന്ന് തന്നെ കുളിച്ച് ഫ്രഷായി പുറത്തേക്ക് വന്നു. അടുക്കളയിലെ ബഹളത്തിലേക്ക് ചെന്നു. നന്ദന ഒരു ഗ്ലാസ് ചായ കുടിച്ച് ടീച്ചറോട് സംസാരിക്കുകയായിരുന്നു. അവളെ കണ്ടതും അവർ കൈനീട്ടി. ശിവാനി അവരോട് ചേർന്ന് നിന്നു. ആഹാ, നിങ്ങൾ അത്രയ്ക്ക് കൂട്ടായോ? ടീച്ചർ ചോദിച്ചത് കേട്ടപ്പോൾ അവർ പരസ്പരം നോക്കി ചിരിച്ചു. ശിവാനി മുടി മുകളിലേക്ക് ചുരുട്ടി വെക്കാൻ തുനിഞ്ഞതും എന്തോ ഓർത്ത പോലെ ടീച്ചറെ നോക്കി. അവർ ആക്കി ചിരിച്ചുകൊണ്ട് അവളെ കണ്ണടച്ച് കാണിച്ചു. ശിവാനി പെട്ടെന്ന് മുടിയിൽ നിന്ന് കൈ മാറ്റി. അയ്യോ, ഇതെന്താ മോളെ, കൈക്കെന്ത് പറ്റിയതാ? അപ്പോഴാണ് നന്ദന ശിവാനിയുടെ കയ്യിലെ കെട്ടിലേക്ക് നോക്കിയത്. അവളൊന്ന് പതറി ദയനീയമായി ടീച്ചറെ നോക്കി തല താഴ്ത്തി. ശിവ, മോള് ചെന്ന് അവനെ വിളിക്ക്. ഇന്ന് എങ്ങോട്ടോ പോവാനുണ്ടെന്ന് പറഞ്ഞിരുന്നു. പോകുമ്പോൾ ഒരു ഗ്ലാസ് ചായ എടുത്തോ. ശിവാനി അടുക്കളയിൽ നിന്ന് പോകുന്നതും നോക്കി ഒന്നും മനസ്സിലാകാതെ നന്ദന നിന്നു. ശിവാനിക്ക് എന്തോ വല്ലായ്മ തോന്നിയിരുന്നു. ഈ പണ്ടാരക്കെട്ട് എന്നാണാവോ അഴിക്കാൻ പറ്റുക? അവൾ പിറുപിറുത്തുകൊണ്ട് ഉണ്ണിയുടെ മുറിയിൽ കടന്നു. അവനെ അവിടെ കണ്ടില്ല. ചായ ടേബിളിൽ അടച്ചു വെച്ച് തിരിയുമ്പോഴാണ് വാഷ്റൂമിൻ്റെ വാതിൽ തുറന്ന് ഉണ്ണി പുറത്തേക്ക് വന്നത്. ടവലും ചുറ്റി തല തുവർത്തി പുറത്തു വരുമ്പോൾ കഴുത്തിൽ കിടന്ന മാല ഇളകി ആടുന്നുണ്ട്. ശിവാനി അതിൻ്റെ ലോക്കറ്റിലേക്ക് പാളി നോക്കി. ശിവ എന്ന പേര് കണ്ടപ്പോൾ മനസ്സിനൊരു സുഖം, ഒരു കുളിര്. ആഹാ, പെണ്ണിന് വായ്നോട്ടമൊക്കെ അറിയാലോ. അവൻ്റെ നോട്ടവും വാക്കുകളും കേട്ട് അവൾ ചൂളിപ്പോയി. ഞാൻ വായി നോക്കിയതൊന്നും അല്ല, മാറിൽ കൈകെട്ടി നിന്നവൾ പറഞ്ഞു. പിന്നെന്താ നോക്കിയത് ശിവ? ദൈവമേ, തുടങ്ങി. ഇതിന് മാത്രം ഈ ഉണ്ണിയേട്ടന് ചോദ്യങ്ങൾ എവിടുന്നാ കിട്ടുന്നേ? വല്ല മാഷായിട്ടും ജനിക്കേണ്ടതായിരുന്നു. മുഖം വീർപ്പിച്ചുള്ള അവളുടെ നോട്ടം കണ്ടപ്പോൾ ആ കവിളൊക്കെ കടിച്ചെടുക്കാൻ ഉണ്ണിക്ക് തോന്നി. തോർത്ത് സ്റ്റാൻഡിലിട്ട് അവൻ അവളുടെ അടുത്തേക്ക് വന്നു. വെള്ളത്തുള്ളികൾ ആ ശരീരത്തിൽ അപ്പോഴും പറ്റിപ്പിടിച്ചത് കൗതുകത്തോടെ ശിവാനി നോക്കി. എന്ത് രസാണ് കാണാൻ! ഇത്രയും ഭംഗിയുണ്ടായിരുന്നോ? ആ മസിൽ കണ്ടാൽ തന്നെ മതിയല്ലോ. അയ്യോ ശിവ, നീ എന്തൊക്കെയാ ഓർക്കുന്നത്? അവൾ പെട്ടെന്ന് തന്നെ നാവ് കടിച്ചു പിടിച്ചു. തൻ്റെ മുന്നിൽ നിൽക്കുന്നവളുടെ മുഖഭാവങ്ങൾ അളന്നെടുക്കുകയായിരുന്നു ഉണ്ണി. അവൻ അരക്കെട്ടിലൂടെ ശിവാനിയെ ചേർത്ത് പിടിച്ച് നെഞ്ചിലേക്ക് വലിച്ചിട്ടു. പിടച്ചുപോയ അവൾ അവൻ്റെ നെഞ്ചിൽ കൈവച്ച് പുറകോട്ട് വലിഞ്ഞു നിന്നു. അടങ്ങി നിൽക്കടി, പറ, നീ എന്താ നോക്കിയത്? ചുണ്ടിൻ്റെ മുകളിൽ പൊടിഞ്ഞ വിയർപ്പ് തുള്ളികളെ തുടച്ചു മാറ്റിക്കൊണ്ടവൻ ചോദിച്ചു. അവൻ്റെ കഴുത്തിലെ മാലയുടെ ലോക്കറ്റിലേക്ക് വീണ്ടും നോക്കി. അവനും അത് നോക്കി. ഇതുപോലൊരെണ്ണം ഞാനും ഇട്ടു തരാട്ടോ. ഉണ്ണി അവളുടെ മൂക്കിൻ തുമ്പ് കടിച്ചു ചുവപ്പിച്ചു. ഞാൻ പൊയ്ക്കോട്ടെ? എങ്ങോട്ട്? താഴോട്ട്. എന്തിന്? ശിവാനി അവനെ തറപ്പിച്ചു നോക്കി. എന്നെ കാണുമ്പോൾ എപ്പോഴും നീ എങ്ങോട്ടേക്കാ ഓടിപ്പോകുന്നേ? അവളുടെ കവിളിൽ വിരൽ ഉരസിക്കൊണ്ടവൻ ചോദിച്ചു. എന്തിനാ എപ്പോഴും ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? കണ്ണടച്ചുകൊണ്ട് ചോദിക്കുമ്പോൾ അവളിൽ തണുപ്പ് പടർന്നിരുന്നു. എങ്ങനെയൊക്കെ ശിവ? അത് കേട്ടതും അവൾ കണ്ണ് വലിച്ചു തുറന്ന് അവനെ ദേഷ്യത്തോടെ നോക്കി. പെണ്ണിന് ഇച്ചിരി കുറുമ്പൊക്കെ കൂടിയിട്ടുണ്ട്. പണ്ടൊന്നും എൻ്റെ മുഖത്തേക്ക് നേരെ ഒന്ന് നോക്കില്ലായിരുന്നു. ഇപ്പം കണ്ടില്ലേ, ഉണ്ട കണ്ണും വെച്ച് പേടിപ്പിക്കുന്നേ. അവൻ അവളുടെ വയറിലായി അമർത്തി നുള്ളി. വേണ്ട, ഒന്നും പറയണ്ട, മിണ്ടാതെ നിൽക്കാം, അതാ നല്ലത്. ശിവാനിയുടെ നോട്ടം മറ്റെവിടത്തേക്കോ മാറി. ശിവ, ഒന്ന് നോക്കിയേ, ഒരു കാര്യം ചോദിക്കട്ടെ? അവൾ വീണ്ടും മുഖം തിരിച്ചു. ഉണ്ണി കൈകൊണ്ട് അവളുടെ മുഖം നേരെ ബലമായി
പിടിച്ചു തിരിച്ചു. ഇന്നലെ എൻ്റെ കൊച്ച് എന്ത് സ്വപ്ന കണ്ടത്? അവളെ ചേർത്ത് പിടിച്ച് തലയിലായി തലോടിക്കൊണ്ട് ചോദിച്ചു. അവളുടെ മിഴികളിൽ ഭയം വന്ന് നിറയുന്നത് ഉണ്ണി ശരിക്കും കണ്ടു. ഒരു വിറയൽ പാഞ്ഞുപോയി. അതോർത്തപ്പോൾ ശിവാനി ഉണ്ണിയുടെ തോളിൽ കൈകൾ മുറുക്കി. ഇത്ര പേടിക്കാൻ മാത്രം എൻ്റെ കൊച്ച് എന്താ കണ്ടത്? അവളെ ചേർത്ത് പിടിച്ച് നെറുകയിൽ ചുണ്ട് ചേർത്ത് ചോദിച്ചു. ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ നെഞ്ചിൽ ചുരുണ്ട് അവൾ കണ്ണുകൾ അടച്ചു. അത് എന്തോ ഒരു സ്വപ്നം, മറന്നുപോയി, ഓർമ്മയില്ല. അവളുടെ പതർച്ച അവൻ അടുത്തറിഞ്ഞു. ഇനി എന്നെ മാത്രം സ്വപ്നം കണ്ടാൽ മതി കേട്ടോ, എന്നെ മാത്രം ഓർത്തു കിടന്നാൽ മതി. നെഞ്ചിൽ തല ചേർത്ത് കിടക്കുന്നവളുടെ മുഖം കൈക്കുള്ളിൽ എടുത്തവൻ പറഞ്ഞു. അവൾ ഒന്നും മിണ്ടിയില്ല. പിടയ്ക്കുന്ന ചുവന്ന തുടുത്ത ചുണ്ടുകൾ കണ്ട് അവന് കൊതിയായി. അത് കണ്ടതും ദയനീയമായി ശിവ നോക്കി. പെട്ടെന്നാണ് താഴെ കോളിംഗ് ബെൽ അടിച്ചത്. ഓ, ഈ ബെല്ല് ഞാൻ പറിച്ചെറിയും. ഉണ്ണി ദേഷ്യത്തോടെ പല്ല് കടിച്ചു. അവൻ്റെ നോട്ടം മാറിയതും ശിവാനി കൈകൾ കുടഞ്ഞ് പുറത്തേക്ക് ഓടിപ്പോയി. താഴേക്ക് ഓടിക്കൊണ്ട് ഇറങ്ങി വരുന്ന ശിവാനിയെ കള്ളച്ചിരിയോടെ നോക്കി ടീച്ചർ വാതിൽ തുറക്കാനായി പോയി. മുന്നിൽ നിൽക്കുന്ന പരിചയമില്ലാത്തവരെ കണ്ട് അവർ സംശയത്തോടെ നോക്കി. ചമ്മിയ മുഖം തുടച്ചു മാറ്റി ശിവാനി പുറത്തേക്ക് നോക്കി. വന്നവരെ കണ്ട് അവൾ പതറിപ്പോയി.